അനേകം പുരുഷന്മാർ അടിമകളായി ജീവിക്കുന്നു. അത് അവർക്കു തന്നെ അറിയില്ല. ഞാൻ നിന്നോട് ഒരു കഠിന സത്യത്തെ പറയാൻ പോകുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ പേടിയോടെ ഓടുന്ന പശുവാ? ഇല്ല. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നീ അറിയുമെന്നു കരുതുന്നു. ഉടലയുടെ നേരിൽ നിൽക്കുന്നത് പൈസന്റെ കാട്ടെരുതാണ്. അങ്ങനെ ഒരു പോരാളി പൈസനോയുടെ പുഴയെ എങ്ങനെ എതിർക്കേണ്ടതാണെന്ന് പറയാൻ പോകുന്നു. നിജത്തെ കണ്ടുമുട്ടാം. എഴുന്നേറ്റ് നിൽക്കുക. ഇത് നിനക്കുള്ള സമയം. നിന്റെ ചിന്തയിലുള്ള ആ വേദന തന്നെയാണ് നിന്നെ ആവശ്യമായ മരുന്ന്. ആണാ നീ അത് വിട്ടു ഓടി ഒളിഞ്ഞിരിക്കുകയാ? എത്ര ദിവസം ഇങ്ങനെ ഓടും? നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കൂ. അവിടെയൊരു പോരാളിയുണ്ടോ? ഒരു അടിമയുണ്ടോ? മറുപടി പറയൂ. എഴുന്നേറ്റ് നിൽക്കൂ. ഇപ്പോഴത്തെ ആരംഭിക്കാം. ഇത് നിന്നേക്കുള്ള സമയം. ഇത് നിന്നെക്കുറിച്ചുള്ള യുദ്ധക്കാരൻ്റെ മാനിഫെസ്റ്റോ. നിന്റെ ഭയം, നിന്റെ ആശങ്ക, നിന്റെ ഏകാന്തം, ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നതറിയാമോ? നിന്റെ ഓടുന്നത് നിർത്തണം. നീ നിന്റെ പ്രശ്നങ്ങൾ വിട്ടോടുന്നു. ഓടുമ്പോൾ അത് നിന്നെ പിന്തുടരും. കടമിൽ തവിക്കുകയോ കാതിൽ തോത്തുകയോ, ഇതെല്ലാം നിന്റെ ബലഹീനമാണോ? നീ എത്തിക്കൊണ്ടിരിക്കുകയോ? അറിയൂൺ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിനക്കു വേണ്ടിയുള്ള സത്യങ്ങൾ ഇവിടെ അനുഭവിക്കൂ. സമൂഹ ശൃംഖലകളിൽ സമയം കളയുന്നു. മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ടു കഠിനമായി തോന്നുന്നു. നിങ്ങളുടെ ലക്ഷ്യം എവിടെയാണ്? നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെടുന്നു. ഓരോ നിമിഷത്തിലും നിങ്ങൾ നിങ്ങളുടെ ദുർബലതയ്ക്ക് ബലിയായിരിക്കുന്നു. നിന്റെ മനസ്സ് നിന്നെ തട്ടിക്കുമോ? അത് നിന്നെ സന്തോഷിപ്പിക്കുന്നു, പക്ഷേ നിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നു. ഉണരൂ, പുഴലടുത്തു വരുന്നു. നീ തയ്യാറായില്ലെങ്കിൽ അത് നിന്നെ പൊടിയാക്കി മാറ്റും. വാരിയർ സ്ക്വാഡ് നിനക്കായി കാത്തിരിക്കുന്നു. നീ ഒരു വാരിയറാണോ അല്ലയോ? തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ. പ്രകൃതിയിൽ ഒരു രഹസ്യമുണ്ട്. ചുഴലിക്കാറ്റ് വരുമ്പോൾ മൃഗങ്ങൾ ഭയന്നോടുന്നു. കാടുകളിലുള്ള മാന്മാർ, പക്ഷികളെല്ലാം ഒളിച്ചിരിക്കുമോ? ആന, പൈസൻ അതുമാത്രം പുഴയെ നേരിടും. അതെന്തുകൊണ്ടാണറിയാമോ? അതിനൊരു സത്യമറിയാം. ചുഴലിക്കാറ്റിൽ നിന്ന് ഓടിയാൽ ചുഴലിക്കാറ്റ് നിന്നെ പിന്തുടരും. നിന്റെ ഓടുമ്പോൾ വേഗം കുറയുന്നു, എന്നാൽ കാറ്റിൻ്റെ വേഗം കുറയുന്നില്ല. അത് നിന്നെ നീണ്ട സമയം നനവാക്കും, നിന്നെ ക്ഷീണിതനാക്കും. ആന പൈസൻ എന്ത് ചെയ്യും? അത് പുഴയെ നോക്കിയോടും ചുഴലിക്കാറ്റിനുള്ളിൽ കടക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അത് ചുഴലിക്കാറ്റിനേക്കാൾ വേഗത്തിൽ നീങ്ങാൻ കഴിയും. ചുഴലിയുടെ മറുപക്കം ഉടൻ പോകാം. ആ വേദന ചെറുകാലമാണ്, ആണെങ്കിലും അത് നൽകുന്ന വിമുക്തി സ്ഥിരമാണ്. നീയും നിന്റെ ജീവിതത്തിൽ കാറ്റ് കണ്ടുഓടുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ കഷ്ടപ്പാട് ഇനിയും അവസാനിക്കാത്തതാണ്. കാറ്റിൻ്റെ ദിശയിൽ നടന്നു. ആ വഴിക്കുള്ളിൽ തന്നെയാണ് നിന്നെക്കുറിച്ചുള്ള വഴി. ഭയത്തെ നിന്റെ ആയുധമാക്കുക. നേരിട്ട് ആ ഇരുളിൽ ഇറങ്ങുക. അവിടെ തന്നെയാണ് നിന്റെ വെളിച്ചം. മനസ്സിലായോ? ചുഴലിക്കാറ്റ് തന്നെയാണ് നിന്റെ ആചാര്യം. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ അതിപ്പോൾ തന്നെ തീർക്കണം. തള്ളിപ്പോയാൽ അതൊരു വലിയ അരക്കനാകുന്നു. ചിന്നക്കടണിപ്പോ ഒരു വലിയ സുമയാ മാറടച്ചു. ചിന്നപ്പു പോയിപ്പോ നിന്റെ ബന്ധത്തെ തന്നെ നശിപ്പിക്കുന്നു. ഒരു യോദ്ധാവ് പ്രശ്നം ചെറിയതായിരിക്കുമ്പോൾ തന്നെ കൊലപ്പെടുത്തുന്നു. നീ ഇപ്പോൾ ഭയത്തിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ആ കാറ്റ് നിന്റെ വീട്ടിലെ കതവുകൾ തട്ടും. അപ്പോൾ നീ എന്തു ചെയ്യാൻ പോകുന്നു? തയ്യാറായിരിക്കുക. നിന്നെ ഒരു പ്ലാൻ ആവശ്യം. നിന്റെ മനസ്സിൻ്റെ ആഴത്തിലുള്ള ആ ഭയത്തെ തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ട് ഭയപ്പെടുന്നു? തോൽവിക്ക? അവമാനത്തിற்ക? ഒരു വാറിയർക്ക് അവമാനമെന്നത് ഒരു ആഭരണമാണ്. അതവനെ കൂടുതൽ കൂർത്തമാക്കുന്നു. നിന്റെ ദുർബലതയെ നിന്റെ ശക്തിയായി മാറ്റുക. ഇപ്പൊ കേൾ, ആ 3 നിയമങ്ങൾ എന്തെന്ന്. ഇത് നിന്റെ രക്തത്തിൽ കലക്കവേ. ഇതുതന്നെ നിന്റെ വിമുക്തിക്കുള്ള പാത. ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആരംഭം. പടി 1 വിലയിരുത്തുക.
നിന്റെ എതിരാളി ആരാണെന്ന് ആദ്യം നോക്ക്. ഭയത്തിൽ കണ്ണുകൾ അടച്ചിടരുത്. ആ പുഴൽ എത്ര വലിയതാണ്? നിന്റെ കടമെത്ര? നിന്റെ തെറ്റെന്താണ്? നിന്റെ ദുർബലത എവിടെയുണ്ട്? ഒരു യോദ്ധാവ് ഭയപ്പെടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുന്നു. നീ ഇപ്പോൾ ശ്രദ്ധിക്കാൻ ആരംഭിക്കൂ. ഏതാനും മറക്കരുത്. കഠിനമായ സത്യത്തെ നിന്റെ കണ്ണിന് മുന്നിൽ വെക്കുക. അതുതന്നെയാണ് നിന്റെ ആദ്യ വിജയം. പുഴലോടുള്ള ശക്തി അറിയിക്കണം. നീ എന്തു മറയ്ക്കുന്നുവോ അതാണ് നിന്നെ കൂടുതലായി ബാധിക്കുന്നത്. നിന്റെ പരാജയങ്ങളെ ഒരു പട്ടികയാക്കുക. നിന്റെ ഭയങ്ങളെ നേരിട്ടു കാണുക. അവയുമായി കണ്ണുകൾ ചേർത്ത് സംസാരിക്കുക. നീ എപ്പോഴാണ് സത്യത്തെ അംഗീകരിക്കുന്നത്? അപ്പോഴേക്കും പാതി യുദ്ധം തീർന്നുപോയി. നിന്റെ എതിരാളിയെ നീ ശരിയായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിനക്കൊരു സമയത്തും ജയിക്കാനാവില്ല. നിന്റെ മനസ്സിനെ ഒരു സ്വയം രക്ഷാകലയായി മാറ്റുക. ശ്രദ്ധിക്കുക. ശ്രദ്ധയോടെ ഇരിക്കുക. അവിടെ തന്നെയാണ് നിന്റെ ആദ്യപടി. സത്യത്തെ നേരിട്ട് കാണുക. അത് നിന്നെ മോചിപ്പിക്കും. ഇതാണ് നിന്റെ ആദ്യ പാഠം. മറക്കാതെ. രണ്ടാം ഘട്ടം, മുന്നോട്ട് നീങ്ങുക. എന്തിനെക്കുറിച്ച് ഭയപ്പെടുന്നു അത് നോക്കി നട. ആ ഫോൺ കാലിൽ വയ്ക്കുക. ആ ജോലി ആരംഭിക്കുക. ആ സത്യത്തെ പറയുക. നീ കാറ്റിനെ നേരിട്ടാൽ കാറ്റിൻ്റെ വേഗം കുറയും. നീ ഓടിയാൽ അത് നിന്നെ കൊല്ലും. ഇത് വെറും ധൈര്യമല്ല, ഇത് ബുദ്ധിശാലിത്വം. ബൈസൺ പോലെ നേരിട്ട് ആ തഴലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക. അവിടെ തന്നെയാണ് നിന്റെ വിമുക്തി. ഭയത്തെ നിന്റെ സുഹൃത്തായ മാറ്റിക്കൊള്ളൂ. നീ നഗരം. നിന്റെ ഭയം കുറയുന്നത് നീ തന്നെ കാണും. ഇപ്പോൾ പുറപ്പെടൂ. സംശയിക്കേണ്ട. ഓരോ നിമിഷവും നീ വൈകിക്കുന്നത് നിന്റെ എതിരാളിക്ക് നൽകുന്ന ശക്തിയാണ്. നിന്റെ ഒരു അടിക്ക് ബ്രഹ്മാണ്ടം നിന്നെ വഴിയൊരുക്കും. നിന്റെ കാലുകളിൽ വേഗമുണ്ടാവട്ടെ. നിന്റെ മനസ്സിൽ ഉറച്ചതുണ്ടാവട്ടെ. ആ പുഴുവിൻ്റെ ഉള്ളിൽ നുരയുന്നത് തന്നെയാണ് നിന്റെ ഏകമാർഗം. അവിടെ നിന്നെ ആവശ്യമുള്ള ശക്തി കാത്തിരിക്കുന്നു. പിൻവാങ്ങരുത്. യോദ്ധാവ് എപ്പോഴും മുന്നോട്ട് തന്നെ പോകും. അവൻ പാതയിൽ തടയുകളുണ്ടെങ്കിൽ അവൻ അവറ്റെ ഒരു പാതയായി മാറ്റും. ഇപ്പോഴത്തെ ആദ്യ അടിയെ വെക്കുക. നിന്റെ ഭയത്തെ നോക്കി ഓടുക. അത് തന്നെയാണ് നിന്റെ വിജയത്തിൻ്റെ രഹസ്യം. പോകൂ. ഇപ്പോൾ തന്നെ പോകൂ. ചുവട് 3, ഉറവിടങ്ങൾ കഠിനമാക്കുക. നിന്റെ മനസ്സിനെ കല്ലാക്കുക. നിന്റെ ശരീരം ഇരുമ്പാക്കുക. ചുഴലിക്കാറ്റ് നിന്നെ അടിക്കുമ്പോൾ നീ അശ്രദ്ധയോടെ ഇരിക്കണം. നിന്റെ ശീലമാണ് നിന്റെ ശക്തി. നിന്റെ പരിശ്രമമാണ് നിന്റെ ആയുധം. 1000 ഒരാൾ തന്നെ തൊടുന്നു. അവന് ചുഴലിക്കാറ്റ് ഒരു പരിശീലനമാണ്. നിന്റെ ഭക്ഷണം, നിന്റെ ഉറക്കം, നിന്റെ ചിന്തകൾ എല്ലാം ഒരു യോദ്ധാവിൻ്റെ പോലെ മാറ്റുക. വലിയാണ് നിന്നെ രൂപീകരിക്കുന്നത്. വഴിയെ തേടുക. ഈ ലോകം പലവേണികളെ മാത്രം നശിപ്പിക്കുന്നു. നീ ശക്തമായവനല്ലേ. നിനക്കായി ആരും വരില്ല. നീ തന്നെയാണ് നിന്നെ സംരക്ഷിക്കേണ്ടത്. നിന്റെ ശരീരം നിയന്ത്രിക്കുക. നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുക. രാവിലെ എഴുന്നേറ്റ് നിന്റെ കടമ ചെയ്യുക. നിന്റെ എതിരായതായി സോംബേറുതനത്തെ കാണുക. നീ എത്ര കഠിനമായിരിക്കുകയാണെന്ന് അവ്വലു എളുപ്പത്തിൽ നിന്റെ ജീവിതം മാറും. നിന്റെ സമ്പത്തുകൾ വർദ്ധിപ്പിക്കൂ. നിന്റെ അറിവിനെ കൃത്യമായതാക്കുക. നിന്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിന്നെ ഉയർത്താത്ത ഏതെങ്കിലും വിട്ടുവിടുക. നീ ഒരു തനി മരമല്ല, നീ ഒരു ആലമരം. ആഴത്തിൽ വേരുകൾ കുഴിയിടണം. കാറ്റ് വരുമ്പോൾ നീ മറ്റുള്ളവർക്കു മിഴൻ നൽകണം. ശക്തമായവനായിരിക്കൂ ഇപ്പോൾ തന്നെ. മറ്റൊരു സത്യമാണ്, നീ മറ്റവരെ പ്രശംസിക്കാൻ ജീവിക്കുന്നതുവരെ നീ ഒരു കോഴിയാണ്. നിന്റെ സ്വയം മര്യാദയെ ആർക്കും വിട്ടുകൊടുക്കേണ്ട. ഒരു യോദ്ധാവിന് ആർക്കും മറുപടി പറയേണ്ടതില്ല. അവനെയൊരു നിയമം. നിന്റെ ജീവിതത്തിൽ നോ പറയാൻ കത്തിക്കോ. തെവയില്ലാത്ത മനുഷ്യരെ നിന്റെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയൂ. നീ ഒറ്റയായിരുന്നാലും
സിംഹം പോലെ നടന്നു. അത് തന്നെയാണ് നിന്റെ കെട്ട്. നിന്റെ സമാധാനം തന്നെയാണ് നിന്റെ ശക്തി. നിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് നിന്റെ തിരിച്ചറിവ്. വീണുപേർച്ചകൾ ഒഴിവാക്കുക, പ്രവർത്തനം കാണിക്കുക. യോദ്ധാവ് എപ്പോഴും തൻ്റെ ലക്ഷ്യത്തിനായി ജീവിക്കും. ലോകം നിന്നെ വിചിത്രമായി കാണാം, എന്നാൽ അവർ നിന്നെ ഒരു നാൾ പിന്തുടരും. നിനക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നീ നിന്റെ തന്നെ സത്യമായിരിക്കുകയാ സഫിഷ്യന്റ്. നിന്റെ മനസ്സിന്റെ ശാന്തി തന്നെയാണ് നിന്റെ ഏകൈക കോടതി. എന്തിനും ഭയപ്പെടേണ്ട, എന്തിനും സേവിക്കേണ്ട. നിന്റെ പാത നീ തന്നെ നിർമ്മിക്കണം. അത് കഠിനമായിരിക്കും, പക്ഷേ അത് നിനക്കാണ്. അവിടെ തന്നെ നിന്നെ പ്രത്യേകമാക്കുന്നതുണ്ട്. യുദ്ധക്കാരൻ്റെ മാനിഫെസ്റ്റോയെ നിന്റെ ജീവന്റെ ശ്വാസമായി സ്വീകരിക്കൂ. തെളിവായിരിക്കുക, വാര്യരായിരിക്കുക. ഇപ്പോൾ പുറപ്പെടുക. ഇപ്പോഴേ. യാഥാർത്ഥ്യത്തിൽ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ നീ എടുക്കുന്ന തീരുമാനം തന്നെയാണ് നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. നിന്റെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കൂ. നീ ആ പുഴവെള്ളത്തെ നേരിട്ട് കണ്ടിരിക്കണം. ഇത് നിന്റെ രക്തത്തിൽ കലക്കണം. ഓരോ ദിവസവും രാവിലെ നീ ഒരു പോരാളിയാകണം. വെല്ലുവിളികളെ തേടിപ്പോ. നിനക്കു വേണ്ടിയുള്ള ആ പൈസന്റെ മനോഭാവം തന്നെയാണ് നിന്നെ രക്ഷിക്കുന്നത്. ഭയത്തെ നേരിട്ട് കാണുക. അതിനോട് പറയുക, ഞാൻ തയ്യാറാണ്. തോൽവി വരുമ്പോൾ ചിരിക്കുക, വിജയിക്കുമ്പോൾ അടക്കമായിരിക്കുക. ഇതാണ് യോദ്ധാവിൻ്റെ ജീവിതം. നീ ഇതർക്കായാണ് ജനിച്ചത്, മറക്കരുത്. ഓരോ അടിയും ഒരു വിജയമാണ്, ഓരോ ശ്വാസവും ഒരു യുദ്ധമാണ്. ഇപ്പോൾ പുറപ്പെടൂ വീര. ലോകം നിന്നെ കാത്തിരിക്കുന്നു. നീ ഒരു സിംഹമായി ഉയർന്നു വരൂ. നീ കാറ്റിനെ കടന്നു വരുമ്പോൾ നീ പഴയ ആളായിരിക്കില്ല. നീ ഒരു വാരിയരായിരിക്കും. നിന്റെ കണ്ണുകളിൽ ഒരു തെളിവുണ്ടാകും. നിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു വേഗമുണ്ടാകും. ലോകം നിന്നെ തിരിച്ചു നോക്കുന്നു. എന്തുകൊണ്ട്? നീ കാറ്റിനെ കണ്ടുപോലല്ല, നീ കാറ്റിനെ ജയിച്ചവനാണ്. ഇതുതന്നെ നിന്റെ യോദ്ധാവിൻ്റെ രൂപം. പുതിയ മനുഷ്യനായി എഴുന്നേൽക്കൂ. നിന്റെ ചരിത്രം ഇന്ന് ആരംഭിക്കുന്നു. ആ പുഴൽ നിന്നെ കൊന്നില്ല, അത് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. വേദന നിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ കാണുന്നവർക്ക് നീ ഒരു രഹസ്യമായിരിക്കും, എന്നാൽ നീ ഒരു മാറ്റമായിരിക്കും. നീ ഒരു യോദ്ധാവ്. എഴുന്നേറ്റ് നിൽക്കൂ. ഇപ്പോൾ തന്നെ വിജയം ഉറപ്പാണ്. മുന്നോട്ട്. യോദ്ധാവ് മാനിഫെസ്റ്റോ. ഇതാണ് നിന്റെ ജീവിതം. ഇപ്പോൾ മാത്രമാണ് ആരംഭിക്കുന്നത്. നീ ഒരു യോദ്ധാവായി എഴുന്നേറ്റ് നിൽക്കുക. ഞാനൊരു യോദ്ധാവായി ഉയരുന്നു. ഇത് നിന്റെ ആദ്യ ശപഥമാണ്. ഈ വീഡിയോ പങ്കിടുക. നമ്മുടെ അറിവോൺ സ്ക്വാഡിനെ കെട്ടിയമയ്ക്കാം. എഴുന്നേറ്റ് വരൂ വീര. പുഴലിനെ നോക്കി കടന്നു ചേർന്നു. ഇപ്പോൾ തന്നെ ആരംഭിക്കുക. വാരിയരായിരിക്കുക. വിജയിക്കാം. മുന്നോട്ട്. അടുത്ത വീഡിയോയിൽ കാണാം.